ചിക്കൻ ബിരിയാണി മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് നീ എന്നെ പറ്റിച്ചു കളഞ്ഞില്ലടാ റാസ്കൽ. പൊന്നേമാനെ പറ്റിച്ചതല്ല. ഇണ്ടി പോകരുത്. അന്യായക്കാരൻ തന്ന 10 രൂപ പോലും ഞാൻ മറന്നു നിന്റെ ബിരിയാണിക്ക് വേണ്ടി. എന്നെ കൊണ്ട് നീ FIR മാറ്റി എഴുതിപ്പിച്ചു, പരമദ്രോഹി. എന്റെ സാറെ, ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ പാരീസ് ഹോട്ടലിന് മുമ്പിൽ വന്നിരുന്നു, സാറിനെ കണ്ടില്ല. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. പോലീസുകാർ തലച്ചോറുള്ളവരാ. ഉച്ചയ്ക്ക് 12 മണി മുതൽ ഉച്ച തിരിഞ്ഞ് 3 മണി വരെ ഞാൻ പാരീസ് ഹോട്ടലിന് മുമ്പിൽ കാത്തുന്നതാ, തീ പാറണ വെയിലത്ത്. പറയുമ്പോ എനിക്ക് വേദനയുണ്ടടാ. ദേ, ഇന്ന് പ്രായശ്ചിത്തം ചെയ്യാതെ നിന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. ഇന്ന് എനിക്ക് ബിരിയാണി മാത്രം പോരാ, വീട്ടിലേക്ക് ഒരു പാർസൽ വേണം. നടക്കണ പാരീസിലേക്ക്. ഇടയ്ക്കേ ഈ അച്ചാറൊന്നും തൊട്ടുകൂട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ബിരിയാണി മട്ടയ്ക്കും. ഇപ്പൊ ശരിയായി. കരയാമ്പൂ കരയാമ്പൂ. കോഴിയുടെ വേവ് ഇത്തിരി കൂടിയോ എന്ന് എനിക്കൊരു സംശയം. ഉമ്മറേ, പാഴ്സൽ റെഡിയായോ? സാറേ, എടുത്തോണ്ടിരിക്കുക. എല്ലാം കൂടി എത്രയായി? 30 റുപ്യ. ഓ, ഇവനൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കൂല. ആരാ ഗുണം പിടിക്കാത്ത? അല്ല, ഈ ബിരിയാണിയുടെ ഗുണം സാറിനത്ര പിടിച്ചില്ല എന്ന് പറയായിരുന്നു. അതെ അതെ. നമ്മുടെ സാധനം എവിടെ? ആ, ഇത് ബിരിയാണി, ഇത് ഉഴുന്ന് വട. വട എത്ര ഉണ്ട്? 8 എണ്ണം. ഇല്ല സാറേ. എന്റെ ഭഗവാനെ, എന്തു പറ്റി സാർ? 41ാം ചരമദിനം. മോഹൻദാസ്, ശ്രീദേവി. സ്നേഹസ്മരണകളോടെ മീര, മായ, മനു, മഞ്ജു. എന്താണ് ഈ കേൾക്കണത്? പിന്നെ സൈക്കിളോ? അപ്പൊ രാവിലെ എടുത്ത സൈക്കിൾ എന്ത്? അത് റോട്ടിൽ എവിടെങ്കിലും കാണും. റോഡിൽ എവിടെങ്കിലും മാറിക്കടോ. ആനക്കാര്യത്തിനിടയിലെ ചേനക്കാര്യം. മനുഷ്യനെ സൈക്കിൾ എടുത്ത് കൊല്ലാൻ നോക്കുവാന്നോ? സൈക്കിൾ അല്ല, പാറ്റൻ ടാങ്ക് വന്നിടിച്ചാലും നീ ചാവില്ല ശാന്തേ. ദേ ഇത് കണ്ട, എന്റെ പെങ്ങള് ശ്രീദേവിയും ഭർത്താവും മോഹൻദാസും ചരമം പറഞ്ഞുന്ന്. പത്രം വായിക്കാത്തതിന്റെ ദൂഷ്യം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ചാവടി യന്ത്രം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ ഒരുപാടായി. നോക്കട്ടെ. ഇതെങ്ങനെ സംഭവിച്ചു? രണ്ടുപേരും ഒന്നിച്ചേത്തോ? വല്ലവരും തല്ലിക്കൊന്നതാവും, അല്ലെങ്കിൽ വല്ല വിഷം കഴിച്ചതോ കെട്ടിയതോ ആവും. എനിക്കിതൊന്നും അറിയാൻ പാടില്ല എന്റെ ശാന്തേ. നമ്മളെപ്പോലെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നും അവർക്കില്ലല്ലോ. പട്ടിണിയുണ്ടോ, പണക്കുറവുണ്ടോ? കൊച്ചിയിൽ ഇഷ്ടം പോലെ കെട്ടിടങ്ങള്, ലോകം മുഴുവൻ ചെമ്മീൻ കയറ്റി അയക്കാനുള്ള ഫാക്ടറി, പിന്നെ എസ്റ്റേറ്റ്, ഫിഷിംഗ് ബോട്ട്. എന്റെ പേടി ഇപ്പൊ അതൊന്നുമല്ല. ഈ സ്വത്തുക്കൾ മുഴുവൻ ആര് നോക്കി നടത്തുന്ന? അയ്യടാ, ഇപ്പൊ വായി വെള്ളം ഊർന്നുണ്ടോ? ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. ആ ദരിദ്രവാസി ഇത്രയും വലിയ പണക്കാരനാവുന്ന ആരെങ്കിലും അറിഞ്ഞു എന്റെ ശാന്തേ? ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ദീർഘവീക്ഷണോ ഇല്ല, ബുദ്ധിയില്ലാന്ന്.